മറ്റേ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കും. ഇന്നിപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കലക്കിയ ആളെ തന്നെ പുറത്തു വിട്ടു. കലക്കിയ ആളെ തന്നെയാണ്, അതായത് മോഷണം നടത്തിയ സംഭവം കണ്ടുപിടിക്കാൻ ഏറ്റവും മികച്ച മോഷ്ടാവിനെ ചുമതലപ്പെടുത്താറുള്ളത് കലക്കിയ ആളെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി എത്തിക്കുക. കലക്കിയ ആൾ നല്ല വിദഗ്ധമായി കലക്കിയെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ കലക്കിയ ആരാന്ന് പറയുന്നില്ല. കാരണം ആരാന്ന് പറഞ്ഞ ആളെ ഏൽക്കും കേസില്ല. ഇന്നിപ്പോൾ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനെ വെള്ളം ഊശുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ രണ്ട് ശക്തികൾ ഒരുമിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം അതിന്റെ പാലമാണ് ഈ അജിത്കുമാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഇവിടെ വീണ്ടും ഭരണത്തുടർച്ചയ്ക്ക് ശ്രമിക്കുന്നു. അതിനെ തടയേണ്ടത് നമ്മുടെ ചുമതല. അതിനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ എന്തോ ഒരു അപരാധം നടന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പൊ പല വാർത്തകളും. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, ഇത്രയും കാലം പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ കൂടെ ഇപ്പോൾ ഒരു സമുദായം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പല സമുദായങ്ങളുടെ ചടങ്ങുകളിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. അത് രണ്ടുപേരുമുണ്ട്, പാർലമെന്ററി പാർട്ടി നേതാവുമുണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, അവരൊക്കെ പങ്കെടുക്കും. അപ്പൊ അതൊരു നല്ലൊരു സൂചന, അത് നമ്മളൊരു പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പോ വി ഡി സതീശൻ മരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ, രമേശ് ചെന്നിത്തല NSS SNDP യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് മുഖാന്തരം UDF. അപ്പൊ നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവായി കാണുന്നതിനെ പകരം മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഇതൊക്കെ തീരുമാനിക്കുന്ന ആദ്യം നമുക്ക് ഇലക്ഷൻ ചെയ്യണം. ജയിച്ച് 71 കണക്ക്, 140. 71 ശരിക്കും 72 ഒരാൾ സ്പീക്കറായിട്ട് പോകുമ്പോൾ സ്പീക്കർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പൊ 72 കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന നമ്പർ മിനിമമാണ്. പക്ഷെ അതുകൊണ്ടും ആയില്ല. കാരണം ആ മിനിമം എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികളുണ്ടല്ലോ അപ്പൊ നമ്മൾ എതിർക്കാൻ. അതുകൂടെ കണക്കിലെടുത്ത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ആദ്യം ഉണ്ടാകും. അതിനുശേഷം MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുക. ഇതിപ്പോ നമ്മൾ പറയില്ലാവേണ്ട ആവശ്യമില്ല. അതാരാന്ന് അന്നത്തെ MLA-മാർ, ജയിച്ചു വരുന്ന MLA-മാർ അവരുടെ അഭിപ്രായം ചോദിക്കും സ്വാഭാവികമായിട്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എന്നെ തെലങ്കാനയിൽ പാർട്ടി നേതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള നിരീക്ഷകരിൽ ഒരാളായിട്ട് ഞങ്ങൾ അന്ന് ജയിച്ച് 67 തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോടും ചോദിച്ച് അതിൽ മഹാഭൂരിപക്ഷം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ മുഖ്യമന്ത്രി. MLA-മാരുടെ ഭൂരിപക്ഷവും വേണം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വീകാരനാണ്. ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങളും അതിന്റെ ഭാഗത്ത്. കാരണം കേരളം കൂട്ടുകക്ഷികളൊന്നല്ല, സിംഗിൾ പാർട്ടിയല്ല. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി ദേശീയ നേതൃത്വം എല്ലാം ചേർത്ത് വെച്ച് ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അതിലാര് വന്നാലും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ ഇപ്പൊ ഈ കാലാവധി സർക്കാർ കഴിയുമ്പോൾ 10 വർഷക്കാലം അടികൊണ്ടവരും പോലീസിന്റെ കള്ളക്കേസിന് പ്രതികളാക്കപ്പെട്ടവർ, അതിനൊക്കെ ഒരു പകരം ചോദിക്കണം. ഞാൻ പറയും, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ആ 10 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. കാരണം ഞാൻ തന്നെ ഇപ്പൊ എത്ര കേസുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് എത്ര കേസിൽ പ്രതികളാണ്. ഞാൻ അതിന്റെ കണക്ക് സാധാരണ എടുക്കാൻ നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമരം ചെയ്തുകൊണ്ടായിരിക്കണം കേസിൽ പ്രതികളാവേണ്ടത്. പീഡന കേസിലെ പ്രതിയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവർക്കും നമ്മൾ ഇതിന് ശേഷം ഒരു അംഗീകാരം കൊടുക്കും. ഇപ്പൊ എല്ലാം പറയുമ്പോൾ തലമുറയെല്ലാം മാറുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അടി കൊണ്ടവർക്കൊക്കെ ഒരു പ്രയോജനം കൊടുക്കും. ഇപ്പൊ ചില ആൾക്കാരുടെ ഈ വാട്സപ്പിൽ കൂടെ കളിക്കുന്ന ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം തന്നെ. അത് ഞങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീർത്തോളാം. അതിലാരും പക്ഷ പിടിക്കേണ്ടതല്ല.
ഏതെങ്കിലും അഭിപ്രായങ്ങൾ ടി വിയിൽ കാണുന്ന ഉടനെ ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്യുന്നതിന് സൈബർ വിദ്വാന്മാർ, ഇത്രയും കാലം CPM ആയിരുന്നു സൈബർ ഗുണ്ടകൾ എന്ന് നമ്മൾ വിളിച്ചത്. സമാനമായിട്ട് ചില സ്വഭാവം നമ്മുടെ ജീവനിലേക്ക് അടിഞ്ഞുകൂടി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്നെ പുകഴ്ത്തുന്നതിൽ കുറ്റമൊന്നുമില്ല, ആരാണെങ്കിലും ഇഷ്ടമാണ് നേതാക്കളെ പുകഴ്ത്തുന്നതിൽ കുറ്റം. എന്നാൽ ആരെങ്കിലും ഇകഴ്ത്തി കാണിച്ചു, ആരെങ്കിലും കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ പരസ്യത്തിൽ തള്ളി പറഞ്ഞു. ഇപ്പൊ ഇവിടെ നടക്കുന്നൊക്കെ അതെ രണ്ടുപേരും അഭിപ്രായ വ്യത്യസ്ത ഒരു തീർത്തുള്ളൂ. അതിനെന്തിനാ ചില വിദ്യാഭ്യാസ പെട്ടി തൂക്കികൾ വന്നിട്ട് എന്തിനാ അഭിപ്രായം പറയുന്നത്? ചില ആൾക്കാർ മറ്റുള്ളവരെ മോശക്കാരായി ഇകഴ്ത്തുന്ന സംസ്കാരം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഏതായാലും നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു പ്രവർത്തനം നോക്കിയാൽ നമ്മൾ ജയിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷെ അതോടൊപ്പം അത് നിലനിർത്തിയാൽ മാത്രം പോയില്ല. അപ്പൊ നമുക്ക് UDF 41 MLA-മാർ, ഉമ്മൻചാണ്ടി ഏറ്റവും അസുഖമുള്ള സമയത്താണ് കഴിഞ്ഞ ഇലക്ഷൻ അധികം നേരിട്ടത്. അപ്പൊ അതിനേക്കാളൊക്കെ എത്ര ഇരട്ടി ചാണ്ടി ഉമ്മൻ ജയിച്ചു. അതുപോലെ തന്നെയാണ് തൃക്കാക്കരയിലും അത് തന്നെയാണ് പാലക്കാട് ഉണ്ടായത്. പക്ഷെ നമുക്ക് അതൊക്കെ നമ്മുടെ 41-ൽ പെട്ട സീറ്റുകൾ. ആ 41-നെ 75 ആക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ജോലിയെടുക്കാം. ഞാൻ അതേ പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നോടിയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. ലോക്കൽ ബോഡിയിൽ ജയിക്കുക എന്നുള്ളത് ഇതിന്റെ ആദ്യ കടമയാണ്. ഞാനൊരു കാര്യം പറയാം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ രാപ്പകൽ അധ്വാനിക്കുന്ന പ്രവർത്തനം, അങ്ങനെയുള്ളവർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാനും ഒരു കോർപ്പറേഷൻ കൗൺസിൽ ആവാനൊക്കെ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മളായിട്ട് അതിന് തടസ്സം ഉണ്ടാകും. ഞാൻ പറയാം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF ജയിച്ചാൽ അടുത്ത അസംബ്ലിയുടെ പകുതി കടമ നമ്മൾ കളയുകയും ആ കാര്യത്തിലൊക്കെ നല്ല പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കുക. ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിലെ KPCC വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. മിഷൻ 25 എന്നുള്ള ആ പ്രവർത്തനം ഏറ്റവും സീനിയർ നേതാക്കളെ നഗരസഭയുടെ കോർപ്പറേഷനെ പോലും ചുമതലയേൽപ്പിച്ചു. KPC പ്രസിഡന്റ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല, രമേശ് ചെന്നിത്തല കോഴിക്കോട് കോർപ്പറേഷൻ, PD സതീശൻ കൊച്ചി കോർപ്പറേഷൻ, ഇവിടെ PC വിഷ്ണുനാഥിനാണ്. അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ഈ ജില്ലയിൽ നിന്നൊക്കെയുള്ള ഞങ്ങൾക്ക്, ഞാൻ ഈ ജില്ലയുടെ ജനപ്രതിനിധി കൂടിയാണ്. ഞങ്ങൾക്ക് കോർപ്പറേഷനിലെ 10 വാർഡിലെ ചുമതലയാണ് അദ്ദേഹം. എനിക്ക് എല്ലാവരും ഞങ്ങൾക്ക് 10 സീറ്റുകൾ, നഗരസഭയിലെ 100 സീറ്റുകൾ 10 സീറ്റുകൾ വീതം ഞങ്ങളെ ചുമതലയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും. സീറ്റുകൾ അടുത്ത അസംബ്ലിയിലൊക്കെ സ്ഥാനാർത്ഥികളെന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ലോക്കൽ ബോഡി കഴിഞ്ഞ് അതെ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ മേയറാവാനും സ്ഥാനാർത്ഥി വേണം. പിന്നെ മേയർ കാൻഡിഡേറ്റ് ഒക്കെ ഉണ്ടാവാൻ, അല്ലാതെ എല്ലാവരും MLA-യും മന്ത്രിയാവാൻ നിൽക്കണ്ട, നല്ല ഇടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നഗരസഭകളിൽ നേതൃത്വം കൊടുക്കാനും സീനിയർ നേതാക്കന്മാരുണ്ടാകും. ആ രീതിയിൽ മുന്നോട്ട് പറഞ്ഞാൽ മറ്റൊന്നും ദീർഘമായി പറയുന്നില്ല. നമ്മുടെ പാർട്ടിയുള്ള ഇന്നത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം, ഏറ്റവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ നമ്മളെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഒരു പിരിവല ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവരുടെ സമ്മേളനങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് സർക്കാരിന്റെ പോരായ്മ എന്ന് നമ്മൾ പറയാതെ അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ മേയറെ കുറിച്ച് പറഞ്ഞതിൽ ഏറ്റവും ദാർഢ്യമുള്ള തീരുമാനം, അത് മുമ്പ് ഞാൻ പറഞ്ഞതിനാണ് എന്റെ വീട്ടിൽ സമരം ചെയ്യാൻ പറഞ്ഞത്. അത് കോഴിക്കോട്ടെ വീട്ടിൽ 28 പ്രസംഗിച്ചതിന് കോഴിക്കോട്ടെ എന്റെ വീട്ടിൽ സമരം ചെയ്യാൻ പറഞ്ഞു. അതിനേക്കാൾ നല്ല ഭരണിപ്പാട്ടാണ് സ്വന്തം പാർട്ടിക്കാർ അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ അതൊക്കെ പത്രത്തിൽ കേൾക്കുന്നുണ്ട്, ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അവസരങ്ങൾ മുതലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളത് കൊണ്ടുവന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് നല്ല കരുണാകരന് കൊടുക്കാൻ ഏറ്റവും യാതൊരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും പാർട്ടിയുടെ വിജയവുമാണ്. അതിനെല്ലാവരും പ്രവർത്തിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ 2026 ജൂലൈ 5-ാം തീയതി അദ്ദേഹത്തിന്റെ വലിയ കെട്ടിടം ഏതാണ്ട് 20 കോടിയാണ് എസ്റ്റിമേറ്റ് എന്നത് അംഗീകരിച്ചിട്ടുള്ള 7 നിലയുള്ള 20 കോടി എസ്റ്റിമേറ്റുള്ള ബിൽഡിംഗാണ് പ്രവർത്തനം തുടങ്ങുന്നത്.